ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാവേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം പോകുന്ന ഒരു മീൻകറി. എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി ഒരു നല്ല പീസ് ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന്, 2 പച്ചമുളക്, വലിയ പച്ചമുളക്, അതായത് ഇത്രയും കാണുന്നത് കേട്ടോ, 2 പച്ചമുളക് കീറിയിട്ട് ഞാൻ അരിഞ്ഞിട്ടേക്കുന്നതാണ്. ഇതൊരു 10-12 ചുവന്നുള്ളി, നല്ലൊരു തക്കാളി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: ഒരു 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, എരിവുള്ള മുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊടികൾ ഇതേപോലെ അങ്ങോട്ട് നമ്മൾ കറിക്കകത്ത് ഇടുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് എണ്ണയിൽ വഴറ്റുമ്പം നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ മാറി നന്നായിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ശകലം വെള്ളം ഒഴിച്ചൊന്നും കുഴച്ച് വെക്കും ഞാൻ. നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 കിലോ മീനാണ്. അതിനായിട്ടാണ് ഇത്രയും സാധനങ്ങൾ. 1 കിലോ മീൻ, അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു 3 കഷ്ണം, വലിയ കഷ്ണം പുളി നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. തിളപ്പിച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പുളി കുറേ അന്നേരം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അന്നേരം നമ്മുടെ മീൻ പുളി പിടിക്കാൻ പെട്ടെന്ന്, അല്ലാതെ പെട്ടെന്ന് പുളി എടുത്തങ്ങ് അതിനകത്തോട്ട് ഇടുമ്പോഴേ ഈ പുളി ഇറങ്ങാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ നമുക്ക് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്വല്പ കടുക്, 1/2 ടീസ്പൂൺ മതി, കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. അതൊരു മിനിറ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻകറിക്ക് കേട്ടോ. പക്ഷെ നമ്മൾ ചില മീൻകറിക്ക് നമ്മൾ ഇപ്പോൾ അതായത് ഒരു 2 ദിവസമൊക്കെ ഇരിക്കണം, പുറത്തിരിക്കണം എന്നുള്ള ആ മീൻകറിക്കൊന്നും നമ്മൾ ചുവന്നുള്ളി ചേർക്കത്തില്ല. കാരണം ചുവന്നുള്ളിയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ സവോള ചേർക്കത്തില്ല. ഇപ്പോൾ അങ്കമാലി മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് സവോള ചേർക്കും. അതൊക്കെ നമുക്ക് അന്ന് തന്നെ പെട്ടെന്ന് കൂട്ടി തീർക്കേണ്ട കറികളാണ്. അപ്പോൾ 2 ദിവസം പുറത്ത് തന്നെ ഇരിക്കണം, ചട്ടിയിൽ തന്നെ നമ്മൾ വെച്ചേക്കുമല്ലോ, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ. അങ്ങനെയുള്ള കറികൾക്ക് ഉള്ളി ചേർക്കാതിരിക്കുന്നത് നല്ലത്. അന്നേരം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർക്കത്തുള്ളൂ. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയും വേണം. അതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് പോയി നല്ലപോലെ ചെയ്തെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു 2 ദിവസമൊക്കെ ഞാൻ പുറത്ത് വെച്ചേക്കും കേട്ടോ. ഈ കറിയാണേലും 2 ദിവസമൊക്കെ ഞാൻ പുറത്ത് വെക്കും. അത് കുഴപ്പമില്ലാതിരുന്നോളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്. പക്ഷെ പണ്ടൊക്കെയുള്ള അമ്മച്ചിമാർ കണ്ടിട്ടില്ലേ, മീൻകറി വെച്ച് ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കുമെന്നാണ് പറയുന്നത് ചട്ടിക്കകത്ത്. അന്നൊന്നും ഫ്രിഡ്ജില്ലല്ലോ, ഒരുപാട് നേരത്തേക്ക്. അപ്പം ഇതുപോലെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും രാവിലെ ഒന്ന് തിളപ്പിച്ച് അതിങ്ങനെ വെച്ചേക്കും. പക്ഷെ പുളി കണ്ടമാനം ഇറങ്ങും കേട്ടോ. അത് അങ്ങനെ കുറച്ച് നന്നായിട്ട് പുളിയൊക്കെ ഇട്ടാണ് അവർ വെക്കുന്നത്. എന്നാലേ മീനൊക്കെ കേടുകൂടാതിരിക്കത്തുള്ളൂ എന്ന് പറയും. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനെ അങ്ങ് വെക്കത്തില്ലല്ലോ. കുറച്ച് മീൻ കൊണ്ട് നമ്മൾ ആവശ്യത്തിന് 1-2 ദിവസമൊക്കെ ഉപയോഗിച്ച് അങ്ങ് തീർക്കും. അതുകൊണ്ടാണ് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഒക്കെ നമ്മളങ്ങ് ആഡ് ചെയ്യുന്നത്. ചുവന്നുള്ളിക്ക് ഇടുമ്പോൾ നല്ലൊരു വേറൊരു രുചിയാണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഈ കറിയൊക്കെ ഞാൻ 2 ദിവസം സുഖമായിട്ട് പുറത്ത് വെച്ച് ഒരു കുഴപ്പവും വരത്തില്ല, കേടൊന്നും അകത്തൊന്നുമില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളി ഇഞ്ചിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ.
ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ്, ഇത് കണ്ടോ കുഴച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണേ. അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ട് മുളകിട്ട് കഴിയുമ്പോൾ സിമ്മിലോട്ടങ്ങ് വെച്ചേക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. സിമ്മിലിട്ട് വഴറ്റിയാൽ മതിയെ. ഒരു 2-3 മിനിറ്റ് വഴറ്റണം. എന്നാലേ ആ ഒരു മുളകിൻ്റെ പച്ചച്ചോവ മാറത്തുള്ളൂ. മുളകിരുന്ന പാത്രമില്ലേ, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്നും അതും കൂടെ അങ്ങ് ചേർത്തേക്കണം. കാരണം അത്രയും മുളക്, കുറേ കൂടെ മുളകുണ്ടാവുക പാത്രത്തിലും ആ സ്പൂണിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് എടുക്കണം. ആവശ്യമില്ലാതെ ഒരു സാധനവും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു പച്ച ചുവ കയറി വരും ആ കറിക്ക്. ആ കറി പിന്നെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അന്നേരം നമ്മുടെ ഇതിൻ്റെ ഈ മുളകിൻ്റെ ഒരു കുത്തൽ കാണും അന്നേരം. അതിനായിട്ട് നിങ്ങൾ നല്ലപോലെ അത് വഴറ്റി എടുക്കാവുള്ളൂ. മുളകിട്ട് വയ്ക്കുന്ന ഈ മീൻകറി കപ്പയൊക്കെ വേവിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്ഥിരം ചോറ്, പുളിശ്ശേരി, തോരൻ, മെഴുക്ക് പുരട്ടി, അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നിന്നിട്ട് നല്ല കോമ്പിനേഷൻ. ഈ മീൻകറി കണ്ട കപ്പയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ കപ്പയും മീൻകറി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കപ്പ മീൻകറി. ഇപ്പം നല്ല നല്ല ഹോട്ടൽസിലൊക്കെ ചെന്നാലും ഇത് തന്നെ കപ്പയൊക്കെ അവിടെ ഉണ്ട്. കപ്പയും മീൻകറി ഇതൊരുമാതിരി ഒന്ന് മൂത്ത്. ഇപ്പം നമ്മൾ 2-3 മിനിറ്റായി ഇതിങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി വേണം ഇട്ട് കൊടുക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ നന്നായിട്ട് കിടന്നൊന്ന് വഴന്ന് കിട്ടണേ. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് എപ്പോഴും നമ്മൾ കുറേശ്ശേ ഇടുക. അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ പിന്നെ അത് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടാൻ പാടില്ല. പിന്നെ അതോട്ട് ഞാൻ ആ പുളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. വഴറ്റാൻ നേരം നമ്മൾ ഈ വെള്ളത്തിലിങ്ങനെ തിളപ്പിച്ച് വെച്ച പുളിയില്ലേ, ആ പുളി മാത്രം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പം പുളിയും കൂടി ഈ അരപ്പിനകത്തൊന്നും അതിൻ്റെ പുളിയും കൂടെ ഒന്ന് ഇറങ്ങും. ആ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളി ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു 2 മിനിറ്റായി തക്കാളി ഇട്ടിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ച പുളിവെള്ളമില്ലേ, ഇതിനകത്താണ് തിളപ്പിക്കുന്നത്. അടിഭാഗം ഒഴിക്കരുതേ, അങ്ങ് മാറ്റി വെക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മുടെ ആവശ്യത്തിന് എന്തേലും വെള്ളം വേണേൽ ശരിക്കും പറ്റിച്ചങ്ങ് വെക്കുവാണെങ്കിൽ ഈ വെള്ളം മതി. ഒട്ടും ചാറില്ലാതെ പറ്റിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം മാത്രം മതി. കാരണം മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതും കൂടെ ആകുമ്പോൾ ആവശ്യത്തിനുള്ളതാവും. ഞാൻ പക്ഷേ ഒരു സ്വല്പ ചാറോടാണ് വെക്കുന്നത്. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ചിലരുണ്ട് ഒട്ടും ഗ്രേവി ഇല്ലാതെ ഇങ്ങനെ പറ്റി, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആ മീനിൽ പൊതിഞ്ഞിരിക്കും ആ അരപ്പ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഉപ്പില്ലേ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ട സമയമാണിത്. കാരണം മീനിലൊക്കെ പിടിക്കണ്ടേ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീന് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ആ കളറ്, ആ കാശ്മീരി ചില്ലി പൗഡർ ഇടത്തില്ലേ, അന്നേരമാണ് ഈ മീൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ ആ കളർ. അതിൻ്റെ കൂടെ നല്ല പുളിശ്ശേരി ഏതെങ്കിലും ടൈപ്പ്, കുമ്പളങ്ങ പുളിശ്ശേരിയോ അല്ലെങ്കിൽ വെള്ളരിക്ക, മാമ്പഴം, അങ്ങനെയെല്ലാം നല്ല പുളിശ്ശേരികളാണ്. ഇതിൻ്റെ കൂടെ കൂടുതലും ചേരുന്നത് കുമ്പളങ്ങ, വെള്ളരിക്ക ഇട്ട് ചേർന്ന പുളിശ്ശേരിയാണ്. ചിലർക്ക് ഈ മധുരം ഇഷ്ടമാകത്തില്ലല്ലോ. മാമ്പഴ പുളിശ്ശേരിക്ക് നമ്മൾ കുറച്ച് മധുരം കൂടി ചേർക്കും. പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. ആ ഒരു ചെറിയ മധുരവും ഇതിൻ്റെ ആ എരിവും എല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്.
ഇത് നന്നായിട്ട് തിളച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാനേ. തിളച്ച് തുടങ്ങുന്നുണ്ടേ. അപ്പം നമ്മൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മീൻ ഇടുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരിക്കും, എന്നാലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ മീൻ ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയ ബ്ലഡും ഒക്കെ കാണും. ഒരുപാട് വെള്ളം ഞാനങ്ങ് വെച്ചില്ല, ഇത്രയും വെള്ളമേ ഉള്ളൂ. പക്ഷേ ഇത് തിളച്ച് കഴിയുമ്പോൾ നോക്കിക്കോണം, കുറേ കൂടെ വെള്ളം വരും. ആ മീനകത്തു നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. അപ്പം നമ്മുടെ കറക്റ്റായിട്ട് ഉള്ള ചാറ് നമുക്ക് കിട്ടുകയും ചെയ്യും. തീരെ അങ്ങ് പറ്റിയിരിക്കത്തില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീനിപ്പം ഒരു 12 മിനിറ്റായി ഞാനിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം വെന്ത് ചാറൊക്കെ പറ്റി നന്നായിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഞാനൊരു നല്ല ഫ്ലെയിമിൽ വെച്ചു. ഒരു 2 മിനിറ്റ് സിമ്മി വെച്ച് ഞാൻ എടുത്തു. അപ്പം നമുക്ക് ഒരുപാട് ചാറുമില്ല, എന്നാൽ തീരെ അങ്ങ് പറ്റിയതുമല്ല. അങ്ങനെ ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല പുളിശ്ശേരിയുടെയൊക്കെ കൂടെ, പുളിശ്ശേരിക്കാകുമ്പോൾ ചാറുണ്ടല്ലോ, പിന്നെ ഇത് കുറച്ച് ചാറിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് ചാറും ഒക്കെ ഉണ്ട്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. 2 ദിവസം നമ്മൾ ചട്ടിയിൽ പുറത്ത് വെച്ചേക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേടാകത്തില്ല. നമ്മൾ ഇന്ന് ഇത് എടുത്തിട്ട് നാളെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. രാവിലെ തിളപ്പിച്ച് ഇതുപോലെ ആവിയൊക്കെ ഒന്ന് പോകാനായിട്ട് എന്തെങ്കിലും ഒരു കൊട്ട പോലെയുള്ള എന്തെങ്കിലും കൊണ്ട് അടയ്ക്കണം. അല്ലേ തിളപ്പിച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ അടപ്പ് പാത്രം ഇട്ട് അടയ്ക്കരുതേ. ആവി പോയതിന് ശേഷമേ അടുപ്പ് പാത്രം ഇട്ട് അടയ്ക്കാവുള്ളൂ. അങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറി ശരിക്കും ടേസ്റ്റ് നാളെ ആകുമ്പോഴാണ്. കാരണം അതിൻ്റെ പുളിയും എല്ലാം നന്നായിട്ട് മീനകത്ത് പിടിച്ചു. ഞാൻ പിന്നെ ആ പുളി തിളപ്പിച്ചെടുക്കുന്ന കാരണം കുറേ കൂടെ ഫാസ്റ്റായിട്ട് ഇത് പുളി പിടിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇന്നെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.